വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മിനി വ്ളോഗായിട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കാണാത്തവരൊന്ന് പോയി കണ്ടിട്ട് വരണം. അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ ഇന്നലെ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പം അതിന് മെയിനായിട്ടുള്ള ബാഗ് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് വാപ്പിയുടെ കടയിലുണ്ട്. അപ്പോൾ അത് സ്കൂളൊക്കെ തുറക്കാറാകുമ്പോഴായിരിക്കും അത് എടുക്കുക. അപ്പോൾ അത്രയോട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നോട്ട്ബുക്കാണ്. കുറേ നോട്ട്ബുക്ക് വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു സെറ്റായിട്ട് തന്നെ കുറച്ച് നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. വരയിട്ടതും പിന്നെ മാത്സിൻ്റെ അങ്ങനെ കുറേ നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിസ്റ്റെല്ലാം HNCയിൽ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ HNC ചെന്നിട്ട് 9th സ്റ്റാൻഡേർഡിൻ്റെ നോട്ട്ബുക്ക് വരാൻ പറഞ്ഞാൽ അത് തരും. പിന്നെ ഇതൊരു ഗ്രാഫ് ബുക്കാണ്. ഗ്രാഫ് ബുക്ക് എല്ലാ തവണയും വാങ്ങിക്കാറുണ്ട്. മാത്സിന് നമുക്ക് എന്തായാലും വേണ്ട വരും ഗ്രാഫ് ബുക്ക്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് അത് കുറച്ച് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ നിന്നാണ് വാങ്ങിച്ചത്. ബാക്കി കുറച്ചും കൂടി കിട്ടാണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്രാവശ്യം വാങ്ങിച്ചത്. പിന്നെ മെയിനായിട്ട് വേണ്ട പൊതിയണ പേപ്പറാണ്. അപ്പോൾ അത് 2 പാറ്റേൺ വരുന്നതും പിന്നെ 1 പ്ലെയിനുമാണ് ഞാൻ വാങ്ങിച്ചത്. പൊതിയണ പേപ്പർ എന്തായാലും 3 വേണ്ടി വരും, കാരണം കുറേ ബുക്ക് പൊതിയാനുണ്ട്. അപ്പോൾ ഇതിൽ പാറ്റേൺ വരുന്നതിൻ്റെ റേറ്റ് 60 ആണ്. പിന്നെ നോർമലിൻ്റെ റേറ്റ് 85 ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ വരയിട്ട പേപ്പറാണ്. ഇത് എക്സാം ഷീറ്റാണ്. ഇത് ഓരോ ടെസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും ആവശ്യം വരും. അപ്പോൾ ഞങ്ങൾക്ക് ഓരോ ക്ലാസ് ടെസ്റ്റൊക്കെ നടക്കുമ്പോൾ എന്തായാലും ആവശ്യം വരും. ഇതിൽ എത്ര ഉണ്ടെന്ന് അറിയില്ല. ഇതിന് 50 രൂപയാണ്. പിന്നെ അടുത്തത് ഞാൻ ഇന്ത്യൻ്റെ ഔട്ട്ലൈൻ മാപ്പും പിന്നെ വേൾഡ് മാപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സോഷ്യലിന് എപ്പോഴും ആവശ്യം വരാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുന്നതിന് വേണ്ടി ഞാൻ 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ഫയലാണ്. ഈ ഫയലിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 65 റുപ്പീസാണ്. ഈ ഫയലിന് 2 പാർട്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം 1 തുറക്കുമ്പോൾ ഒരു പാർട്ടീഷൻ, പിന്നെ അടുത്തത് തുറക്കുമ്പോൾ രണ്ടാമത്തത്, അങ്ങനെ 2 പാർട്ടീഷൻ ഉണ്ട്. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടി യൂസ്ഫുൾ ആവും. ഈ ഫയലാകുമ്പോൾ നമുക്ക് അത്യാവശ്യം പേപ്പേഴ്സൊക്കെ ഇതിൽ വെക്കാൻ പറ്റും. പിന്നെ അത് കണ്ട് ഇതുപോലത്തെ ഒരു ഫയൽ, ഇതൊരു പ്ലെയിൻ ഫയലാണ്. ഇതിന് അത്ര ക്വാളിറ്റി ഒന്നുമില്ല. ഇത് ജസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ പ്ലെയിൻ ഫയലാണ്. ഇതിന് 20 രൂപയാണ് റേറ്റ് വന്നത്. ഇത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. സ്കൂളിലേക്ക് എപ്പോഴും പേപ്പേഴ്സൊക്കെ കൊണ്ടുകൊണ്ട് വരും. പിന്നെ ഞാനൊരു എക്സാം ബോർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ എക്സാം ബോർഡ് ഞാൻ കുറേ നാളെ എക്സാം ബോർഡ് വാങ്ങിച്ചിട്ട്, അപ്പോൾ അവിടെ ഒരെണ്ണം കണ്ടപ്പോൾ ഞാനത് എടുത്തു. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 250 ആണ്. ഇതൊരു ഗ്രീൻ കളറിലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത് ഞാൻ 2 ചാർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് കളറിലെ 2 ബ്ലാക്ക് കളറിലെ 1 വാങ്ങിച്ചു. അപ്പോൾ ബ്ലാക്ക് കളറിലെ ചാർട്ട് ഇങ്ങനെ നമ്മൾ തൊടുമ്പോൾ അതിൻ്റെ കളർ നമ്മുടെ കയ്യിലാവുന്നുണ്ട്. അതാ വൈറ്റ് ചാർട്ടിൽ കുറച്ചായിട്ടുണ്ട് ആ ബ്ലാക്ക് കളറ്. പിന്നെ ഒരു വാട്ടർ ബോട്ടിലാണ് വാങ്ങിയത്. ഞാൻ ചെറിയ കുപ്പിയാണ് വാങ്ങിയത്. ഞാൻ അധികം വെള്ളമൊന്നും കൊണ്ടുപോകാറില്ല. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെയാണ് വാങ്ങിയത്. ഞാൻ എപ്പോഴും സ്റ്റീലിൻ്റെ യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 110 രൂപയാണ്. ഇതൊരു പിങ്ക് കളറിലെ ബോട്ടിലാണ്. ഇതെനിക്ക് കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. അടുത്തതൊരു പൗച്ചാണ്. ഞാൻ കുഞ്ഞു പിള്ളേരുടെ പോലത്തെ പൗച്ചാണ് വാങ്ങിച്ചത്, കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളാണ് ഇഷ്ടം. ഇതിന് 145 റുപ്പീസാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉൾഭാഗം വൈറ്റ് കളറാണ്. അപ്പോൾ പേനയും പെൻസിലൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്. എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ കഴിഞ്ഞ വർഷത്തെ പൗച്ചിനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നല്ല രസമുള്ളതാണ്. അപ്പോൾ അതും കൂടി കൊണ്ടുപോകാം. ചെറിയ പൗച്ചാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അപ്പോൾ ഇതൊരു പർപ്പിൾ കളറാണ്. നല്ല ക്യൂട്ടാണ്. യൂണിക്കോണിൻ്റെ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. സിബൊക്കെ കുഴപ്പമില്ല. ഞാൻ കുറേ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് നോക്കി. പിന്നെ അടുത്തത് വാങ്ങിച്ചിരിക്കുന്നത് ഒരു കത്രികയാണ്. കത്രിക എന്തായാലും വേണം. ഇതിൻ്റെ കത്രികയുടെ മൂർച്ചയൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ഈ കത്രികയ്ക്ക് 97 റുപ്പീസാണ്. ചെറിയ കത്രിക ഞങ്ങൾ വാങ്ങിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെയിം സ്ലിപ്പ്, ഇത് 2 ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഷീറ്റിൽ 16 ഉണ്ട്. ഞാൻ പ്ലെയിൻ നെയിം സ്ലിപ്പാണ് വാങ്ങിച്ചത്. പിന്നെ സെല്ലോ ടേപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും എപ്പോഴും ആവശ്യം വരുന്ന സാധനമാണ്. പിന്നെ ഒരു ഫെവിക്കോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയ ബോട്ടിൽ വാങ്ങി. ഇതിന് 100 രൂപയാണ്. വലിയ ബോട്ടിൽ വാങ്ങി, കാരണം എപ്പോഴും പിന്നെ വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഒരു ഷാർപ്നറും റബ്ബറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 ഷാർപ്നറും ഒരു റബ്ബറുമായിട്ട് വന്നൊരു കോംബോ ആണ്. അപ്പോൾ ഇതിന് 10 രൂപ എന്തോ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 2 ഹൈലൈറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അധികം ഹൈലൈറ്റർ യൂസ് ചെയ്യാറില്ല, എന്നാലും 2 ഞാൻ വാങ്ങിച്ചു. ഗ്രീനും ഒരു യെല്ലോ കളറും വാങ്ങിച്ചു. ഒരെണ്ണത്തിന് 25 റുപ്പീസാണ്. പിന്നെ ഞാനൊരു സ്കെയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ്മേറ്റ്സിൻ്റെ സ്കെയിലാണ് വാങ്ങിയത്. അതിന് 5 രൂപയുള്ളൂ.
പിന്നെ ഒരു 5 പേന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ കുറേ പേന ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അധികം പേന വാങ്ങിയില്ല, പാക്കറ്റിൽ വാങ്ങിയില്ല. പെൻറ്റോണിക്കിൻ്റെ 3 പേനയാണ് ഞാൻ വാങ്ങിയത്. അതാകുമ്പോൾ നല്ലതാണ്. പിന്നെ യൂണിമാക്സ് നല്ലതാണ്, ഹാൻഡ് റൈറ്റിംഗ് നല്ലതായിട്ട് കിട്ടും. അത് ഞാൻ 2 ബ്ലാക്ക് കളറിലെ പെർമനൻറ്റ് മാർക്കറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴും യൂസ് ചെയ്യാനുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റാപ്ലറിൻ്റെ പിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു ബോക്സ് വാങ്ങി, അതിനെന്തോ 12 രൂപ എന്തോ ഉള്ളൂ. സ്റ്റാപ്ലർ എന്തായാലും നമുക്ക് ബുക്ക് പൊതിയാനൊക്കെ വേണം, അപ്പോൾ സ്റ്റാപ്ലർ പിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇൻസുലേഷൻ ടേപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് സ്കൂളിലോട്ടല്ല, അത് ഞങ്ങൾ വെറുതെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് വാങ്ങിയത്. അധികമൊന്നുമില്ല, കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഇനിയപ്പോൾ ടിഫിൻ ബോക്സ് പൊതിയണ ടവല്, സാധാ ടവല്, പിന്നെ സ്ലെയ്ഡ്, ബുഷ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയിട്ട് ഇത്രയും സംഭവങ്ങളാണ് വാങ്ങിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം.